ഹായ് ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ c&svlog. ഇന്ന് നമുക്ക് കളർ പേപ്പർ വെച്ചിട്ടുള്ള ഒരു അടിപൊളി വാൾ ഡെക്കർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഭയങ്കര സിമ്പിളാണ്, എന്നാൽ കാണാനായിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു വാൾ ഡെക്കറാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഓറഞ്ചും പിന്നെ യെല്ലോ കളറിലെയും പേപ്പറാണ് എടുത്തേക്കണേ. നമുക്ക് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ അതിൽ നിന്നായിട്ട് നമുക്ക് കുറച്ച് സർക്കിൾസ് വരച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ പല സൈസിലാണ് കേട്ടോ അത് വരച്ചെടുക്കണേ. അപ്പോൾ ആ ഒരു ഓറഞ്ച് കളർ പേപ്പറിൽ നിന്നായിട്ട് ഇതുപോലെ 3 എണ്ണമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം 6 സെൻറ്റിമീറ്റർ റേഡിയസിലൊരു സർക്കിൾ വരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 4 സെൻറ്റിമീറ്റർ പിന്നെ 2 സെൻറ്റിമീറ്റർ അങ്ങനെ 3 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു യെല്ലോ കളർ പേപ്പർ എടുക്കാം കേട്ടോ. അപ്പോൾ അതിൽ നിന്നായിട്ട് നമ്മൾ 2 സർക്കിൾ ഷേപ്പിൽ വരച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നായിട്ട് നമ്മൾ 5 സെൻറ്റിമീറ്ററിലും പിന്നെ 3 സെൻറ്റിമീറ്റർ റേഡിയസിലുള്ള 2 സർക്കിൾസ് ആണ് കേട്ടോ കട്ട് ചെയ്തെടുക്കണേ. പിന്നെ നമുക്കൊരു ഫ്ലവറിൻ്റെ രീതിയിലാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പെറ്റൽസ് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരുപാട് സർക്കിൾ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാടെന്ന് പറയുമ്പോൾ ഒരു 9 എണ്ണം വരെയൊക്കെ നമുക്ക് എടുക്കാം. അപ്പോൾ പെറ്റൽസൊക്കെ കൂടുന്നതനുസരിച്ച് ആ ഒരു ഫ്ലവറിൻ്റെ ഭംഗിയും കൂടും കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ 5 പീസാണ് കേട്ടോ എടുത്തേക്കണേ. ഇനിയിപ്പോൾ നമുക്ക് പെറ്റൽസ് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോ പീസ് എടുത്തിട്ട് വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ പെൻസിൽ വെച്ചിട്ട് ഇതുപോലെ ഒരു പെറ്റലിൻ്റെ ഷേപ്പിൽ വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള 5 പേപ്പർ പീസും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ 5 എണ്ണവും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് പെറ്റൽസൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ആ ഒരു വലിയ പെറ്റൽ ഉണ്ടല്ലോ, അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ കുറച്ച് ഫെവിക്കോൾ ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനേലും ചെറിയ പെറ്റൽ നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുമ്പോൾ ആ കളേഴ്സൊക്കെ ഓൾട്ടർനേറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അത് കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ്. നമ്മൾ 5 പെറ്റൽസ് ഒട്ടിച്ച് കഴിയുമ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് കാണാനായിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മളൊരു ബീഡ്സ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വൈറ്റ് കളർ ആക്രിലിക് പെയിൻറ്റ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഒരു ഡോട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ വീണ്ടും നമ്മൾ ആ ഒരു ഓറഞ്ച് കളർ പേപ്പർ എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ നിന്നായിട്ട് ഒരു 2 സെൻറ്റിമീറ്റർ റേഡിയസിലുള്ള സർക്കിൾ ഒന്ന് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പെറ്റൽസ് കട്ട് ചെയ്തെടുത്തപ്പോൾ ഏറ്റവും ചെറിയ അളവ് 2 സെൻറ്റിമീറ്റർ ആയിരുന്നില്ലേ, അപ്പോൾ ആ ഒരു അളവിലാണ് കേട്ടോ നമ്മളത് കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നേരത്തെ ചെയ്ത രീതിയിൽ ഇതുപോലെ നമുക്കതൊന്ന് മടക്കിയിട്ട് ഒരു പെറ്റലിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മളൊരു ബീഡ്സ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആ ഒരു യെല്ലോ കളർ പേപ്പർ എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ നിന്നായിട്ട് ഒരു 0.5 സെൻറ്റിമീറ്റർ അളവിൽ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇത്രയും ലെങ്ത് ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പേപ്പർ ഫ്ലവർ ഉണ്ടല്ലോ, അതിൻ്റെ ബാക്കിലായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. പിന്നെ അതിന് താഴെയായിട്ട് നമ്മുടെ കുഞ്ഞൻ ഫ്ലവർ കൂടി ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ കുഞ്ഞൻ വാൾ ഡെക്കർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. എന്നാൽ കാണാനായിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു വാൾ ഡെക്കർ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് പറയാം. പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.